മാഡം, ഇതിൽ കൂടുതൽ മുന്നോട്ട് ഞാൻ വരില്ല. ഇത് മാർക്കറ്റിലേക്കുള്ള തിരിവാണ്. നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളൂ. നിങ്ങൾ എന്തുകൊണ്ടാണ് മുന്നോട്ട് വരാത്തത്? മാഡം, ഈ പ്രദേശത്ത് വൻതോതിൽ പണം തട്ടൽ നടക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോയാൽ പോലീസ് എൻ്റെ ടെമ്പോ കസ്റ്റഡിയിലെടുക്കും. ഭയ്യ, ഒരു കുപ്പി വെള്ളം കിട്ടുമോ? പിന്നെന്താ മാഡം, ഇപ്പോൾ തരാം. ഇതാ മാഡം വെള്ളം. വേറെ എന്തെങ്കിലും വേണോ? വേണ്ട ഭയ്യ, ഇതാ വെള്ളത്തിൻ്റെ പണം. ഹലോ രഘുനാഥ് റെഡ്ഡി സാബ്. എന്താടാ, നിനക്ക് കാണുന്നില്ലേ ഞാൻ ബിസിയാണെന്ന്? സാബ്, ഒരു മിനിറ്റ് ഒന്ന് കേൾക്കൂ. ഇന്ന് കടയിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടു. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് നിറയും. ഏ, അങ്ങനെയുണ്ടോ? എൻ്റെ കടയിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടാണ് പോയത്. സ്വർഗത്തിലെ അപ്സരസിനെ പോലെയുണ്ട് സാബ്. അവൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ എന്നെ അഭിനന്ദിച്ച് നിങ്ങൾക്ക് മടുക്കില്ല. സത്യമാണോ? ശരി, നീ കണ്ണ് വെച്ചോ. ഞാനിവിടെ അടുത്തുണ്ട്. ജോലി തീർന്നിട്ട് ഇപ്പൊ വരാം. എടി കിളവി, നിനക്ക് കേൾക്കാൻ പാടില്ലേ? എൻ്റെ പണം ആര് തരും? മാസം തികയുന്നതിന് മുൻപ് തന്നെ ഹഫ്ത നൽകണമെന്ന് എത്ര തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്? ദയവ് കാണിക്കൂ. ഇന്ന് കച്ചവടം പോലും തുടങ്ങിയിട്ടില്ല. എൻ്റെ മകൻ സുഖമില്ലാതെ കിടപ്പിലാണ്. മരുന്നിന് പോലും പണമില്ല. നാളെ 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 ആര് കണ്ടു? അരുത്, സർക്കാർ ഇങ്ങനെ ചെയ്യരുത്. എൻ്റെ മക്കളുടെ വയറ് എങ്ങനെ നിറയും? നിൽക്കൂ, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളുടെ അമ്മയുടെ പ്രായമുള്ള ഒരു വൃദ്ധയോട് ഇങ്ങനെ പെരുമാറാൻ നിങ്ങൾക്ക് ഒട്ടും മടി തോന്നുന്നില്ലേ? അയ്യോ നോക്കൂ, ആരാണ് നിങ്ങളെ നിയമം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്? പാവം പെൺകുട്ടി. എടോ മാഡം, നിങ്ങൾ ഈ നഗരത്തിൽ പുതിയതാണോ? ഇതാരുടെ സാമ്രാജ്യമാണെന്നറിയില്ലേ? ഇവിടെ നിയമപുസ്തകമല്ല, ഇൻസ്പെക്ടർ രഘുനാഥ് റെഡ്ഡിയുടെ ലാത്തിയാണ് സംസാരിക്കുന്നത്. ഇതൊരു ട്രെയിലർ മാത്രമാണ്. കൂടുതൽ സംസാരിച്ചാൽ ഈ പച്ചക്കറികളുടെ അവസ്ഥ തന്നെ നിങ്ങൾക്കും ഉണ്ടാകും. വാക്കുകൾ സൂക്ഷിച്ചു സംസാരിക്കൂ ഇൻസ്പെക്ടർ. നിങ്ങൾ ട്രെയിലർ എന്ന് പറയുന്നത് നിങ്ങളുടെ നാശത്തിന്റെ തുടക്കമായേക്കാം. യൂണിഫോമിനെ ബഹുമാനിക്കാൻ പഠിക്കൂ. സാബ്, ഇവൾ തന്നെയാണത്. ഫോണിൽ പറഞ്ഞ ആ പെൺകുട്ടി ഇവളാണ്, ആ ചുവന്ന ചുരിദാറുകാരി. ഓഹോ, ഇവളുടെ അഹങ്കാരം തകർക്കാൻ നല്ല രസമായിരിക്കും. രഘുദാദ, ഇവൾക്കായി നിധി തന്നെ വാരിക്കൊടുക്കാം. അപ്പോൾ ഇതാണ് വേട്ടക്കാരന്റെ വലയിൽ സ്വയം വന്നു ചാടിയ ഇര. ബിഷൻ, ആ കിളവിയെ വിട്ടേക്കൂ. നമ്മുടെ അതിഥിയെ സ്വീകരിക്കൂ. മാഡത്തെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകൂ. അവിടെ ഇരുന്ന് നമുക്ക് സമാധാനമായി നിയമം ചർച്ച ചെയ്യാം. എന്നെ വിടൂ. നിങ്ങൾ നിങ്ങൾ ഖേദിക്കേണ്ടി വരും. ഖേദിക്കുന്നതൊക്കെ പിന്നെയാകാം. ഇപ്പോൾ നമുക്ക് ആഘോഷിക്കാം. അവിടെ നഗരത്തിലെ DM ഓഫീസിൽ വലിയ ബഹളമായിരുന്നു. എന്തോ സ്ഫോടനം നടന്ന പ്രതീതി. DSP അരവിന്ദ്, സത്യസന്ധനെങ്കിലും അല്പം പേടിയുള്ള ഉദ്യോഗസ്ഥൻ, വിയർത്തൊലിച്ച് തന്റെ മുന്നിലുള്ള പോലീസുകാരോട് അലറുകയായിരുന്നു. നിങ്ങളുടെ ബുദ്ധി പോയോ? വിവരമില്ലേ നിങ്ങൾക്ക്? മാഡത്തെ അവിടെ തനിച്ചു പോകാൻ എങ്ങനെ അനുവദിച്ചു? അത് ഷേരു താക്കൂറിന്റെ കേന്ദ്രമാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അവന്റെ സമ്മതമില്ലാതെ അവിടെ ഒരു പക്ഷി പോലും ചിറകടിക്കില്ല. എന്നിട്ടും നിങ്ങൾ ജില്ലാ മജിസ്ട്രേറ്റിനെ സുരക്ഷയില്ലാതെ അങ്ങോട്ട് വിട്ടു. ഒരു സബ് ഇൻസ്പെക്ടർ പേടിയോടെ പറഞ്ഞു. സാർ, മേഡം തന്നെയാണ് വിലക്കിയത്. രഹസ്യ പരിശോധനയ്ക്ക് പോകണമെന്നും പോലീസ് കൂടെയുണ്ടെങ്കിൽ സത്യാവസ്ഥ പുറത്തു വരില്ലെന്നും അവർ പറഞ്ഞു. ആരും പിന്നാലെ വരരുതെന്ന് കർശന ഉത്തരവ് നൽകിയിരുന്നു. എന്നിട്ട് നിങ്ങളത് കേട്ടു അല്ലേ? അരവിന്ദ് മേശപ്പുറത്ത് കൈയടിച്ചു. മേഡത്തിനൊരു പോറൽ പോലും ഏറ്റാൽ നമ്മുടെ എല്ലാവരുടെയും യൂണിഫോം തെറിക്കും. സസ്പെൻഷൻ എന്നത് ചെറിയ കാര്യം മാത്രം. ഷേരു താക്കൂറിന്റെ ആളുകൾ
അവർ DM ആണെന്നറിഞ്ഞാൽ പിന്നെ ദൈവത്തിന് മാത്രമേ അവരെ രക്ഷിക്കാൻ കഴിയൂ. അപ്പോൾ വാതിക്കൽ ബൂട്ടിന്റെ ശബ്ദം കേട്ടു. മുറിയിൽ പെട്ടെന്ന് നിശബ്ദത പടർന്നു. ASP രഞ്ജിത്ത് വർമ്മ അകത്തേക്ക് കടന്നു വന്നു. ഉയരമുള്ള ശരീരം, വിരിഞ്ഞ നെഞ്ച്, കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തത അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു. രഞ്ജിത്ത് വർമ്മ ജില്ലയിലെ പുതിയ ASP ആണ്. സംസാരിക്കുന്നത് കുറവാണ്. പക്ഷേ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ട്. എല്ലാവരും സല്യൂട്ട് അടിച്ചു. ജയ് ഹിന്ദ് സാർ. രഞ്ജിത്ത് അരവിന്ദിന്റെ പരിഭ്രമം കണ്ടു. ശാന്തമായ ശബ്ദത്തിൽ ചോദിച്ചു, എന്താണ് അരവിന്ദ്? എന്തിനാണ് ഓഫീസ് തലയിലേറ്റുന്നത്? നിങ്ങൾ എന്തിനാണ് ഇത്ര പേടിച്ചിരിക്കുന്നത്? സാർ, അത് DM മൊമിത മാഡം. എന്തു പറ്റി മൊമിതയ്ക്ക്? രഞ്ജിത്ത് ചോദിച്ചു. സാർ, അവർ സാധാരണ വസ്ത്രം ധരിച്ച് ഒരു സാധാരണ പെൺകുട്ടിയായി ഷേരു താക്കൂറിന്റെ പ്രദേശത്തേക്ക് പോയിരിക്കുന്നു. അതും തികച്ചും ഒറ്റയ്ക്ക്. സാറിനറിയാമല്ലോ ഷേരു താക്കൂർ ആരാണെന്ന്. അവൻ ഭരണകൂടത്തെയും മന്ത്രിമാരെയും തന്റെ വിരൽത്തുമ്പിൽ നൃത്തം ചെയ്യിക്കുന്നവരാണ്. അവിടെ പോലീസല്ല, അവന്റെ ഭരണമാണ് നടക്കുന്നത്. മാഡത്തിന് എന്തെങ്കിലും പറ്റിയാൽ... അരവിന്ദിന് തന്റെ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും വിചാരിച്ചത് ASP ദേഷ്യപ്പെടുമെന്നാണ്. എന്നാൽ രഞ്ജിത്ത് വർമ്മ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അഹഹഹ. SP അരവിന്ദും മറ്റുള്ളവരും ഇത് കേട്ട് അത്ഭുതപ്പെട്ടു. സാറിന് ഭ്രാന്ത് പിടിച്ചോ? മാഡം അപകടത്തിലാണ്. ഇദ്ദേഹം ചിരിക്കുന്നു. സാർ, നിങ്ങൾ ചിരിക്കുകയാണോ? അവിടെ മാഡത്തിന്റെ ജീവൻ അപകടത്തിലാണ്. രഞ്ജിത്ത് ചിരി നിർത്തി. അദ്ദേഹം അരവിന്ദിന്റെ തോളിൽ കൈവച്ചു. അരവിന്ദ്, നീ മൊമിതയെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. നീ ഷേരു താക്കൂറിനെ ഓർത്ത് ഭയക്കുന്നു. എന്നാൽ എനിക്ക് ഷേരു താക്കൂറിനെയും അവന്റെ ഗുണ്ടകളെയും ഓർത്താണ് പേടി തോന്നുന്നത്. ഇന്ന് യമരാജൻ ഷേരുവിന്റെ പ്രദേശത്തേക്ക് പോയതല്ല, മറിച്ച് യമരാജൻ ഷേരുവിന്റെ അടുത്തേക്ക് സ്വയം നടന്നു ചെന്നതാണ്. സാർ, എനിക്കൊന്നും മനസ്സിലായില്ല. അരവിന്ദ് ആശയക്കുഴപ്പത്തിലായി. രഞ്ജിത്ത് ജനലിലൂടെ പുറത്തേക്ക് നോക്കി പറഞ്ഞു, നിങ്ങൾ സമാധാനമായി തമാശ കണ്ടോളൂ. മോമിത വെറുമൊരു DM അല്ല. അവൾ എവിടെ എന്തിനാണ് പോയതെന്നും എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ബാക്കപ്പ് ഫോഴ്സിനെ തയ്യാറാക്കി നിർത്തുക. പക്ഷെ എൻ്റെ ഓർഡർ ഇല്ലാതെ ആരും അനങ്ങരുത്. ഇത്രയും പറഞ്ഞ് രഞ്ജിത്ത് വർമ്മ അവിടുന്ന് പോയി. എന്നാൽ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു നിഗൂഢമായ ആത്മവിശ്വാസമുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ രഘുനാഥ് റെഡ്ഡിയുടെ ജീപ്പ് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നിന്നു. അതൊരു സ്റ്റേഷനേക്കാൾ ഉപരി ഒരു പഴയ തകർന്ന കെട്ടിടം പോലെയായിരുന്നു. ഇറങ്ങ്. ഒരു ഹെഡ് കോൺസ്റ്റബിൾ മൊമിതയുടെ കൈക്ക് പിടിച്ചു തള്ളി. മൊമിത മിണ്ടാതെ താഴെ ഇറങ്ങി. സംരക്ഷണത്തിന്റെ ആലയമാകേണ്ട ഒരിടം ഇന്ന് ചെകുത്താന്മാരുടെ താവളമായി മാറിയിരിക്കുന്നത് അവർ കണ്ടു. അവരുടെ മുഖത്ത് ഭയത്തിന്റെ അഭിനയം തുടരുന്നുണ്ടായിരുന്നു. പക്ഷെ മനസ്സ് ഒരു കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കുകയായിരുന്നു. രഘുനാഥ് റെഡ്ഡി വിസിലടിച്ചുകൊണ്ട് തന്റെ ക്യാബിനിലേക്ക് പോയി. ഇവളെ ലോക്കപ്പിലിട്. രഘുദാദ വരുന്നതുവരെ വെള്ളം പോലും കൊടുക്കരുത്. മൊമിതയെ ഇരുട്ടു നിറഞ്ഞൊരു സെല്ലിലേക്ക് തള്ളി. ലോഹവാതിൽ ശബ്ദത്തോടെ അടഞ്ഞു. വിശ്രമിച്ചോളൂ മാഡം, ഒരു പോലീസുകാരൻ വൃത്തികെട്ട രീതിയിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മൊമിത ലോക്കപ്പിനുള്ളിലെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുകയായിരുന്നു. ഒരു DM-നെ ലോക്കപ്പിലിട്ടുകൊണ്ട് രഘുനാഥ് റെഡ്ഡി തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണ് ചെയ്തതെന്ന് അവൻ അറിയില്ലായിരുന്നു. ക്യാബിനിലിരുന്ന റെഡ്ഡി രഘുദാദയെ ഫോൺ വിളിച്ചു. പ്രണാം ദാദാ, ഇന്ന് നിങ്ങൾക്കായി ഒരു വിശേഷമുണ്ട്. ഷേരുബായിയുടെ ജന്മദിനത്തിന് ഒരു പ്രത്യേക സമ്മാനം വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? കാര്യം പറ റെഡ്ഡി. പ്രഹേളികൾ വേണ്ട. ദാദയുടെ ശബ്ദത്തിൽ ഗൗരവമുണ്ടായിരുന്നു. ദാദാ, എന്റെ ലോക്കപ്പിൽ ഒരു പെൺകിളിയുണ്ട്. ചുവന്ന ചുരിദാർ. ബോളിവുഡ് നടിമാർ പോലും തോറ്റുപോകും.
നഗരത്തിൽ നിന്ന് വന്നതാണ്. ഞാൻ പൊക്കി. നിങ്ങളൊന്ന് വന്ന് നോക്കൂ. സത്യമാണോ? നോക്ക് റെഡ്ഡി, നീ പറയുന്നത് നുണയാണെങ്കിൽ നിന്റെ തൊലി ഞാൻ ഉരിക്കും. വിശ്വസിക്കൂ ദാദാ, നിങ്ങൾ ഉടനെ വരൂ. 15 മിനിറ്റിനു ശേഷം ഒരു കറുത്ത സ്കോർപിയോ സ്റ്റേഷന് മുന്നിൽ വന്നു നിന്നു. 6 അടി ഉയരമുള്ള സ്വർണമാലയിട്ട രഘുദാദ അതിൽ നിന്നിറങ്ങി. സ്റ്റേഷനിലെ സെന്റി അവനെ സെല്യൂട്ട് ചെയ്തു. റെഡ്ഡി എഴുന്നേറ്റ് നിന്ന് അവനെ സ്വീകരിച്ചു. ദാദ ലോക്കപ്പിനരികിലെത്തി മൊമിതയെ നോക്കി. അവളുടെ സൗന്ദര്യം കണ്ട് ദാദയുടെ കണ്ണുകൾ തിളങ്ങി. എന്താ നിന്റെ പേര് സുന്ദരി? മൊമിത മറുപടി നൽകിയില്ല. പകരം അവനെ രൂക്ഷമായി നോക്കി. റെഡ്ഡി, നീ ഒരു രത്നത്തെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഷേരുബ ഇത് കണ്ടാൽ ഭ്രാന്ത് പിടിക്കും. ദാദ ഒരു കറുത്ത ബാഗ് മേശപ്പുറത്ത് വച്ചു. അതിൽ 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഇത് പിടിച്ചോ റെഡ്ഡി, 5 ലക്ഷം. പക്ഷെ ഇവളുടെ പേര് ഒരു രജിസ്റ്ററിലും ഉണ്ടാകരുത്. രഘുനാഥ് റെഡ്ഡി അത്യാഗ്രഹത്തോടെ പണം വാങ്ങി. ദാദാ, നിങ്ങൾ പേടിക്കണ്ട. ഡെയിലി ഡയറിയിൽ ഇതിന് എൻട്രി ഇല്ല. ഇവൾ വെറുമൊരു കാറ്റുപോലെ വന്നു നിങ്ങളുടെ കൂടെ പോയി. ദാദ ലോക്കപ്പ് തുറന്ന് മൊമിതയുടെ കൈക്ക് പിടിച്ചു. വാ എന്റെ സുന്ദരി, നിന്റെ രാജകുമാരൻ വന്നിരിക്കുന്നു. മൊമിത ആദ്യമായി സംസാരിച്ചു. പണം വാങ്ങിയോ ഇൻസ്പെക്ടർ സാബ്? എന്റെ വില വെറും 5 ലക്ഷമാണോ? റെഡ്ഡി ഞെട്ടിപ്പോയി. ആ പെൺകുട്ടിയുടെ ശബ്ദത്തിലെ ആത്മവിശ്വാസം അവനെ അലോസരപ്പെടുത്തി. മിണ്ടാതെ ദാദയുടെ കൂടെ പോടി. മൊമിത ദാദയുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. എന്നെ കൊണ്ടുപോകുന്നതിന് മുൻപ് ചിന്തിച്ചോളൂ. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല. ഞാൻ ഈ സ്റ്റേഷന് പുറത്തിറങ്ങിയാൽ നിങ്ങളുടെ നാശത്തിന്റെ യാത്ര തുടങ്ങും. ദാദ ഉറക്കെ ചിരിച്ചു. ഹഹഹഹ, എന്നെ പേടിപ്പിക്കുകയാണോ? വാ. അവൻ അവളെ വലിച്ചു കൊണ്ടുപോയി. മൊമിത എതിർത്തില്ല. അവൾക്ക് ഷേരു താക്കൂറിന്റെ അടുത്തേക്ക് എത്തണമായിരുന്നു. തെളിവുകളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു. അവിടെ DM ഓഫീസിൽ ASP രഞ്ജിത്ത് വർമ്മയ്ക്ക് മൊമിതയുടെ GPS ട്രാക്കിൽ നിന്ന് മെസ്സേജ് ലഭിച്ചു. അദ്ദേഹം വാക്കി ടോക്കി എടുത്തു. ടീം തയ്യാറാവുക. ലൊക്കേഷൻ ഷേരു താക്കൂറിന്റെ ബംഗ്ലാവാണ്. ഷേരു താക്കൂറിന്റെ ബംഗ്ലാവിൽ രഘുദാദ മൊമിതയുമായി എത്തി. അവിടെ ഷേരു താക്കൂർ വിസ്കി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബായ്, ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, ദാദ പറഞ്ഞു. ഷേരു തല തിരിച്ചു നോക്കി. മൊമിതയെ കണ്ടതും അവന്റെ കയ്യിലിരുന്ന വിസ്കി ഗ്ലാസ് താഴെ വീണു പൊട്ടി. അവന്റെ ലഹരി നിമിഷനേരം കൊണ്ടിറങ്ങി. അവൻ എഴുന്നേറ്റ് ഓടി വന്ന് കൈകൂപ്പി നിന്നു. മാഡം, DM സാഹിബ, നിങ്ങൾ ഈ അവസ്ഥയിൽ? ദാദയും ഗുണ്ടകളും സ്തംഭിച്ചുപോയി. ബായ്, ഇവൾ 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 DM ആണോ? ഷേരു ദാദയുടെ കരണത്തടിച്ചു. വിഡ്ഡി, ഇത് ജില്ലയിലെ പുതിയ കളക്ടർ മൊമിത മാഡമാണ്. നീ സിംഹത്തിന്റെ മടയിലാണ് കൈയിട്ടത്. മൊമിത തന്റെ സ്വതസിദ്ധമായ ഗാംഭീര്യത്തോടെ പറഞ്ഞു. നിന്റെ കളി അവസാനിച്ചു ഷേരു. നിന്റെ ഇൻസ്പെക്ടർ റെഡ്ഡിയുടെ തെളിവുകൾ എന്റെ കൈവശമുണ്ട്. കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. ഇത് കേട്ട് ഷേരു പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങി. മാഡം, ഇവിടെ നിയമമല്ല, ഷേരുവിന്റെ നാണയമാണ് നടക്കുന്നത്. നിങ്ങൾ എന്റെ തടവിലാണ്. DM അപ്രത്യക്ഷമായി എന്ന് ഞാൻ ഫയലിൽ എഴുതിക്കും. ഷേരു ഉടനെ തന്റെ ഫോൺ എടുത്ത് മന്ത്രിയെ വിളിച്ചു. സ്പീക്കർ ഓൺ ചെയ്തു. മന്ത്രിജി, ഒരു വാർത്തയുണ്ട്. പുതിയ DM മൊമിത എന്റെ കസ്റ്റഡിയിലാണ്. എന്തു ചെയ്യണം? ഫോണിന്റെ അപ്പുറത്തു നിന്ന് മന്ത്രി അലറി. നീ ആരെയാണ് പിടിച്ചത്, മണ്ടൻ? അവൾ വെറുമൊരു DM അല്ല, ലേഡി സിംഗമാണ്. അവൾക്ക് PM ഓഫീസുമായി നേരിട്ട് ബന്ധമുണ്ട്. അവളെ നീ പിടിച്ചതല്ല, അവൾ നിന്നെ കുരുക്കിയതാണ്. എന്റെ കസേര തെറിക്കും. നീ തീർന്നു ഷേരു. ഇത്രയും പറഞ്ഞ് മന്ത്രി ഫോൺ കട്ട് ചെയ്തു. ഷേരുവിന്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണു. അപ്പോൾ
പുറത്ത് നൂറുകണക്കിന് പോലീസ് വാഹനങ്ങളുടെ സൈറൺ മുഴങ്ങി. ആകാശത്ത് ഹെലികോപ്റ്റർ വട്ടമിട്ടു. ASP രഞ്ജിത്ത് വർമ്മ പോലീസുമായി അകത്തേക്ക് ഇരിച്ചു കയറി. എല്ലാ ഗുണ്ടകളെയും അറസ്റ്റ് ചെയ്തു. അഴിമതിക്കാരനായ രഘുനാഥ് റെഡ്ഡിയെയും വിലങ്ങുവെച്ചു. മൊമിത ഷേരുവിനെ തടഞ്ഞു നിർത്തി. അവൻ മുട്ടുകുത്തി മാപ്പിരന്നു. അടുത്ത ദിവസം ജനങ്ങൾ DM മൊമിതയെ പ്രശംസിച്ചു. ഭയമല്ല, നിയമമാണ് ഏറ്റവും കരുത്തുള്ളതെന്ന് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ നിയമം വിജയിച്ചു. ശ്രദ്ധിക്കുക, ഈ കഥ വിനോദത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയുള്ളതാണ്. ഇതിലെ കഥാപാത്രങ്ങളും സംഭവങ്ങളും സാങ്കല്പികമാണ്. ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.